ഹലോ ബ്യൂട്ടിഫുൾ സോൾസ്, എല്ലാവർക്കും നമ്മളുടെ ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്ന റീഡിംഗ് നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് എനർജി ലെവലാണ്. അതുപോലെ തന്നെ ആ ഒരു വ്യക്തി നിങ്ങളെപ്പറ്റി എന്തൊക്കെയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, ആ വ്യക്തിക്ക് നിങ്ങളോടുള്ള ഫീലിങ്സും ഒക്കെയാണ്. അപ്പോൾ ഈ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതിനോടൊപ്പം ആ ഒരു ബെൽ ഐക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അപ്ഡേറ്റ്സ് എല്ലാം കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ഒരു ടൈംലെസ് റീഡിംഗും ആണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഇതെല്ലാവരുടെയും എനർജി ആയിട്ട് മാച്ച് ചെയ്യണമെന്നൊന്നുമില്ല. അതുപോലെ ഒരു ടൈംലെസ് റീഡിംഗ് ആയതുകൊണ്ട് ഇത് നിങ്ങൾ ഏത് ടൈമാണോ കാണുന്നത് അപ്പോൾ മുതലാണ് ഇത് വാലിഡ് ആവുക. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ റീഡിങ്ങോ ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. എല്ലാവരും മൈൻഡൊക്കെ വളരെ കാം ആൻഡ് ക്വൈറ്റ് ആൻഡ് റിലാക്സ്ഡ് ആയിട്ടിരിക്കുക, സ്ട്രെസ് ഫ്രീ ആയിട്ടിരിക്കുക. അപ്പോൾ നമുക്ക് റീഡിങ് തുടങ്ങാം. അപ്പോൾ നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന എനർജി എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ തമ്മിൽ വളരെ സ്മൂത്തായിട്ടും നല്ല രീതിയിലും ഒക്കെ പോയിക്കൊണ്ടിരുന്ന റിലേഷൻഷിപ്പാണ്. ഒരിക്കലും അങ്ങോട്ട് ബ്രേക്കപ്പ് ആവുമെന്നോ അല്ലെങ്കിൽ ഒരു സെപ്പറേഷൻ നിങ്ങളുടെ ഇടയിൽ ഉണ്ടാവുമെന്നോ ഒന്നും നിങ്ങൾ ഒട്ടും വിചാരിച്ചിട്ട് പോലുമില്ല. ബിക്കോസ് അത് അത്ര രീതിയിൽ ഉണ്ടാകുന്നൊരു തിക്കായിട്ടുള്ളൊരു ബോണ്ടായിട്ടാണ് നമുക്കിവിടെ യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. പക്ഷേ നിങ്ങൾ തമ്മിലിപ്പോൾ ഒരു സെപ്പറേഷൻ പീരീഡിലാണ്. അതെന്ന് പറയുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ പെട്ടെന്ന് വന്ന ഒരു ചേഞ്ചാണ് നിങ്ങളുടെ ആ ഒരു എനർജിയിൽ. അപ്പോൾ മേ ബി അത് നിങ്ങൾ അത്രയും സ്ട്രോങ് ആയിട്ടുള്ളൊരു ബോണ്ട് ആയതുകൊണ്ട് സഡൻ ആയിട്ടൊരു ചേഞ്ചസ് വന്നത് കൊണ്ട് അത് മേ ബി ആ ഒരു സഡൻ ആയിട്ടുള്ളൊരു ചേഞ്ചസിന് കാരണമെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇടയിൽ എന്തോ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തോ ഒരു പ്രോബ്ലം അവിടെ നടന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ തമ്മിൽ ഈ ഒരു സെപ്പറേഷനിലോട്ട് പോയിട്ടുള്ളത്. അത് അപ്പോൾ ഈ ഒരു വ്യക്തി നിങ്ങളുമായിട്ട് ചിലപ്പോൾ ഒരു നോൺ കോണ്ടാക്റ്റ് ആയിരിക്കാം. പക്ഷേ എങ്കിൽ കൂടെ തന്നെ ഈ ഒരു പേഴ്സന്റെ ഉള്ളിൽ എപ്പോഴും നിങ്ങളോടുള്ള ഒരു ഫീലിങ്സ് ഉണ്ട്. അപ്പോൾ ഈ ഒരു പേഴ്സണ്, ഈ ഒരു വ്യക്തിക്ക് ഒരു ബ്രേക്കപ്പ് എന്ന് പറഞ്ഞ് പോയിട്ടുണ്ടെങ്കിലും ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ മെമ്മറീസിൽ തന്നെയാണ് ആ ഒരു പേഴ്സൺ നിൽക്കുന്നത്. അയാൾക്ക് അങ്ങോട്ട് പോകാനും കഴിയുന്നില്ല, ഇങ്ങോട്ട് വരാനും കഴിയുന്നില്ലാത്ത ആ ഒരു സിറ്റുവേഷനിലാണ്. ഇവിടെ നിന്നൊക്കെ മാറിപ്പോയി വേറെ ലൈഫ് അതല്ലെങ്കിൽ വേറെ കാര്യങ്ങളൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്യണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ട്. പക്ഷെ അയാൾക്ക് നടക്കുന്നില്ല. ബിക്കോസ് നിങ്ങൾ തമ്മിലൊരു ബോണ്ട് അത്രയും സ്ട്രോങ് ആയിരുന്നു. നിങ്ങളുടെ ഒപ്പം എപ്പോഴും കൂടെ ഉണ്ടാവുന്നൊക്കെ ആള് പറഞ്ഞിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അയാൾക്ക് ആ ഒരു വാക്കൊന്നും പാലിക്കാൻ പറ്റിയില്ല. പക്ഷെ അതായത് നിങ്ങൾക്ക് രണ്ടുപേർക്കും നല്ല രീതിയിലൊരു ബോണ്ട് ഫീൽ ചെയ്തിട്ടുണ്ട് കൊണ്ട് തന്നെ നിങ്ങൾക്ക് സെപ്പറേഷനെ പറ്റിയൊന്നും നിങ്ങൾ ആലോചിച്ചിട്ടില്ല, രണ്ടുപേർക്കും വേണ്ടല്ല. പക്ഷെ എന്തോ ഒരു ഫോഴ്സിന്റെ ഇടയിൽ വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് അയാൾ അങ്ങനെ മാറിയത്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളെ അയാൾക്ക് ഒരിക്കലും മറക്കാനും പറ്റുന്നില്ല. പക്ഷെ ഇങ്ങോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുണ്ട്, പക്ഷെ അതിനൊട്ടും പറ്റുന്നുമില്ല. ആകപ്പാട് ഒരു വല്ലാത്തൊരു സിറ്റുവേഷൻ കൂടെയാണ് ഇപ്പോൾ ഒരു പേഴ്സൺ പോയിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു ട്രാപ്പിലായെന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഈ ഒരു ഇമോഷന്റെ അകത്ത് അയാൾ ട്രാപ്പിലായിട്ട് നിൽക്കുവാണ്. അത് അയാൾക്ക് അങ്ങോട്ട് പുറത്തോട്ട് ഇറങ്ങാനും കഴിയുന്നില്ല, എങ്കിൽ അയാൾക്ക് അകത്തോട്ട് നല്ല രീതിയിലോട്ട് വരാനും പറ്റുന്നില്ല. അങ്ങനെ ആകപ്പാടെ ഒരു വല്ലാത്തൊരു സ്റ്റേജിലാണ് ആ ഒരു പേഴ്സൺ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നതെന്ന് വെച്ചാൽ ഈ ഒരു വ്യക്തി ശരിക്കും പറഞ്ഞാൽ വല്ലാത്തൊരു സിറ്റുവേഷൻ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു പേഴ്സന്റെ ലൈഫിൽ ഒരുപാട് പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്. ഈ ഒരു വ്യക്തിക്ക് ഇയാളുടെ ലൈഫിൽ ഇയാൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും എല്ലാം സാധിച്ചു കിട്ടിയിട്ടൊക്കെയുണ്ട്. എല്ലാം ഓക്കെ ആയിട്ടൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ അയാൾക്ക് എപ്പോഴും അയാളുടെ ലൈഫിൽ എന്തൊക്കെയോ മിസ്സിങ് ആണ്. അത് അയാൾക്കും ശരിക്കും അറിയാം. നിങ്ങളുടെ ആ ഒരു പ്രസൻസും നിങ്ങളോടുള്ള ആ ഒരു ഇഷ്യൂമൊക്കെയാണ് ആ ഒരു വ്യക്തിക്ക് മിസ് ചെയ്യുന്നത്. അയാളുടെ ലൈഫിൽ എന്തൊക്കെ അയാൾക്ക് കിട്ടിയാലും അയാൾക്കൊരു സമാധാനം വരുന്നില്ലാത്ത കാര്യം അതുകൊണ്ട് തന്നെയാണ്. അയാൾ എപ്പോഴും നിങ്ങളെപ്പറ്റി ഓർത്തുകൊണ്ടിരിക്കുന്നു, നിങ്ങളുടെ ചിന്തകൾ മാത്രമാണ്. അപ്പൊ അതുകൊണ്ട് എന്ത് കിട്ടിയാലും അയാൾ തൃപ്തനല്ല. ബിക്കോസ് അയാളുടെ കൂടെ നിങ്ങളില്ല. അപ്പൊ അതിന്റെ വിഷമം ആ ഒരു പേഴ്സണ് നല്ലതുപോലെ ഉണ്ട്. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ അയാൾ വളരെയധികം വിഷമിക്കുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെ പ്രോബ്ലംസ് അയാളുടെ ലൈഫിൽ അയാൾക്ക് യൂണിവേഴ്സ് കൊടുത്താലും അയാൾക്ക് അയാൾക്ക് ആവശ്യമില്ല. അയാൾക്ക് എപ്പോഴും നിങ്ങൾ അയാളുടെ ലൈഫിൽ വേണമെന്നൊരു ചിന്ത മാത്രമാണ് ആ ഒരു വ്യക്തിക്കുള്ളത്. അതുപോലെ തന്നെ അയാൾക്ക് ശരിക്കും പറഞ്ഞാൽ നിങ്ങളുമായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പിൽ നല്ല രീതിയിൽ ഒരു സോൾ കണക്ഷനും നല്ല രീതിയിൽ ഉള്ളൊരു ബോണ്ടും ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു സെപ്പറേഷൻ പീരീഡ് ആണെങ്കിൽ കൂടെ തന്നെയും നിങ്ങൾക്ക്
അതായത് നിങ്ങളെ യൂണിവേഴ്സ് മനഃപൂർവ്വം സെപ്പറേറ്റ് ചെയ്ത പോലെ തന്നെയാണ് തോന്നുന്നത്. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന എനർജി വെച്ചിട്ട് നിങ്ങളൊരു സോൾമേറ്റ് ആയിരിക്കും, അതിലൊരു ട്വിൻ ഫ്ലെയിം ജേർണിയിലുള്ള ഒരാൾക്കാരായിരിക്കും. അപ്പോൾ ഈ ഒരു സെപ്പറേഷൻ നിങ്ങൾക്ക് ആവശ്യമുള്ളതാണ് നിങ്ങളുടെ ഗ്രോത്തിന് വേണ്ടി. അപ്പോൾ എത്രയൊക്കെ ഡിസ്റ്റൻസിലാണെങ്കിലും നിങ്ങൾ അതുകൊണ്ടാണ് നിങ്ങളുടെ ഇടയിൽ ആ ചെറിയൊരു പ്രോബ്ലം വന്നിട്ടുള്ളതും അതിനെ ചൊല്ലി നിങ്ങൾ, അതായത് നിങ്ങൾ ഒരിക്കലും ഞങ്ങൾ പിരിയില്ല എന്ന് തീരുമാനമെടുത്ത ആൾക്കാരുടെ ഇടയിൽ എന്തോ ഒരു പ്രോബ്ലം അത് യൂണിവേഴ്സായിട്ട് നിങ്ങൾക്ക് വരുത്തി തന്നതാണ്. ബിക്കോസ് നിങ്ങൾ അതുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ നിങ്ങളുടെ ആ ഒരു പ്യൂർ ഫോമിലോട്ട് വരത്തുള്ളൂ. അപ്പം അതിനു വേണ്ടിയാണ് നിങ്ങളെ യൂണിവേഴ്സായിട്ട് ഈ ഒരു സ്റ്റേജിലോട്ട് എത്തിച്ചിരിക്കുന്നത്. അപ്പോൾ അത് നിങ്ങളുടെ നല്ലതിന് വേണ്ടി തന്നെയാണ്, നിങ്ങളുടെ ഗ്രോത്തിനും ഒക്കെ വേണ്ടിയാണ്. അപ്പോൾ ഈ ഒരു ഇതുള്ളത് കൊണ്ട് നിങ്ങൾക്ക് രണ്ടുപേർക്കും നല്ല രീതിയിലൊരു സ്ട്രോങ് ഇമോഷൻസും ഒരു നല്ലൊരു കണക്ഷനും ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എത്രത്തോളം നിങ്ങൾ അകന്ന് കഴിഞ്ഞാലും നിങ്ങൾ രണ്ടുപേരുടെയും മനസ്സിൻ്റെ ഉള്ളിൽ രണ്ടുപേരും ഉണ്ട്. ഏത് 24/7 നിങ്ങളുടെ രണ്ടുപേരുടെ മനസ്സിൽ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഈക്വലായിട്ട് മിസ് ചെയ്യുന്നുമുണ്ട്. അപ്പോൾ എന്തൊക്കെ ശ്രമിച്ചാലും എന്തൊക്കെ നടന്നാലും ഈ ഒരു റിലേഷൻഷിപ്പിനെ ആർക്കും തകർക്കാനോ സെപ്പറേറ്റ് ചെയ്യാനോ പറ്റില്ല. കാരണം വെച്ചാൽ ഇത് അത്രയ്ക്ക് തിക്കായിട്ടുള്ള ഒരു ബോണ്ടാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ട് എന്തൊക്കെ ഇവിടെ ഒരു പ്രോബ്ലം ഉണ്ടായാലും നിങ്ങൾ തമ്മിൽ ഒരു റിലേഷൻഷിപ്പ് എപ്പോഴായാലും ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഈ ഒരു സെപ്പറേഷൻ പീരീഡ് എന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ ഒരു കുറച്ച് നാളത്തേക്കോ അല്ലെങ്കിൽ ആ ഒരു ടൈം ആ ഒരു ഹീലിംഗ് സ്റ്റേജിൽ മാത്രം ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ്. അപ്പോൾ ആ ഒരു ഹീലിംഗ് സ്റ്റേജൊക്കെ മാറിക്കഴിയുമ്പോൾ നിങ്ങൾ രണ്ടും വീണ്ടും ഒന്നിക്കുമെന്നാണ് നമ്മളോട് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. അപ്പോൾ നമുക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോട് നല്ലൊരു രീതിയിൽ ഇമോഷൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു പേഴ്സൻ്റെ ഉള്ളിൽ നല്ല ഒരു ഇഷ്ടം ഉണ്ട്. അതുപോലെ തന്നെ ഈ ഒരു പേഴ്സൺ നിങ്ങൾ ഫസ്റ്റ് ടൈമിൽ നിങ്ങൾ എങ്ങനെയായിരുന്നോ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്ന സമയത്ത് ആ ഒരു വ്യക്തി പറഞ്ഞിട്ടുള്ളത് അത് തന്നെയാണ് ഇപ്പോഴും. അതായത് ഇപ്പോഴും ഒരു സെപ്പറേഷൻ സ്റ്റേജിലാണ്. അയാൾക്ക് നിങ്ങളെ വിട്ടു പോകാൻ കഴിയാത്തതും നിങ്ങൾ തമ്മിലുള്ള ആ ഒരു സോൾ കണക്ഷൻ കൊണ്ടാണ്. അതുകൊണ്ടാണ് ഇയാൾ ആ ഒരു ട്രാപ്പിലായിട്ടുള്ള ഒരു അവസ്ഥയിൽ തന്നെ നിൽക്കുന്ന, ആ ഒരു ഇതിൽ തന്നെ എപ്പോഴും നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളെ കല്യാണം കഴിക്കണം, നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവണം. അപ്പോൾ നിങ്ങൾ ആയിട്ടുള്ള ഒരു ലൈഫ് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളും അതുപോലെ തന്നെ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം അതിനു വേണ്ടി ഈ ഒരു വ്യക്തി വീണ്ടും നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്നതാണ്. ഇപ്പോഴും നിങ്ങളൊരു സെപ്പറേഷനിലാണെങ്കിലും ആ ഒരു പേഴ്സണ് നിങ്ങളായിട്ടുള്ള ഒരു അൺകണ്ടീഷണൽ ലവ് ഫീൽ ചെയ്യുന്നുണ്ട്, ഉണ്ടായിരുന്ന സമയത്തും ഇപ്പോഴും ഒക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും ഈ ഒരു പേഴ്സൻ്റെ ഉള്ളിൽ നിങ്ങൾ തന്നെ ഇപ്പോൾ ഒരു ട്വിൻ ഫ്ലെയിം ജേർണിയിലുള്ള ഒരാൾക്കാരാണെങ്കിൽ, ഇപ്പോൾ ഒരു സെപ്പറേഷൻ പീരീഡ് ആണെങ്കിൽ കൂടെ തന്നെയും അതിൻ്റെ പല സ്റ്റേജസിൽ വരുമ്പോഴും ഒരു സ്റ്റേജ് വരുമ്പോഴും 24/7 നിങ്ങളുടെ തലേൻ്റെ ഉള്ളിൽ തന്നെ ഈ ഒരു പേര് തന്നെ എപ്പോഴും ഇങ്ങനെ നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കും. ഇപ്പം എ എന്നാണ് ആ ഒരു വ്യക്തിയുടെ നെയിമെങ്കിൽ എപ്പോഴും നമ്മൾ എന്ത് ചെയ്താലും ഇപ്പം നമ്മൾ അയാളെ ഓർക്കുന്നോ അയാളെ പറ്റി നമ്മൾ സംസാരിക്കുന്നോ ഒന്നുമില്ല, നമ്മളുടെ കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം. പക്ഷേ നമ്മുടെ ഉള്ളിൽ എപ്പോഴും 24/7 ഈ ഒരു പേര് തന്നെ എന്ന് തന്നെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അതായത് നമ്മൾ അയാളെക്കുറിച്ച് ആലോചിക്കുന്നില്ല. അപ്പോൾ അതൊരു ട്വിൻ ഫ്ലെയിം ജേർണിയുടെ ഒരു സ്റ്റേജാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സ്റ്റേജിൽ കൂടെയൊക്കെ ആയിരിക്കാം മേ ബി നിങ്ങൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ രണ്ടുപേരുടെ ഉള്ളിൽ 24/7 ഇത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ ഇതിൽ നിന്ന് അയാൾക്ക് പ്രത്യേകിച്ച് വിട്ടു പോരാനോ മാറാനോ ഒന്നും പറ്റുന്നില്ല. അയാൾക്ക് എപ്പോഴും ആ ഒരു അൺകണ്ടീഷണൽ ലവ് ഫീൽ ചെയ്യുന്നുണ്ട്. അയാൾക്ക് നിങ്ങളോടുള്ള ആ ഒരു ഇഷ്ടവും ഒക്കെ എപ്പോഴും നിറഞ്ഞു തന്നെയാണ് ഇരിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു പേഴ്സൺ ഇപ്പോഴും നിങ്ങളുമായിട്ടുള്ളൊരു ഫാമിലി ലൈഫിനെ പറ്റി ആ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. അയാൾക്കുള്ളിൽ നല്ലതുപോലെ അറിയാം അയാൾ തിരിച്ച് വരും, നിങ്ങളായിട്ട് കോണ്ടാക്ട് ചെയ്യും, നിങ്ങൾ തമ്മിലുള്ളൊരു ലൈഫ് ഉണ്ടാവും എന്നൊക്കെ അയാൾ ഇപ്പോഴും അയാൾ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെയും എനർജി അത് തന്നെയാണ്. കാരണം വെച്ചാൽ ഇയാൾക്ക് എങ്ങനെയാണുള്ളത് അതുപോലെ തന്നെയാണ് നിങ്ങൾക്കും അറിയാം ആ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വരും. എന്നാണെന്ന് ചോദിച്ചാൽ അറിയില്ല, പക്ഷെ എനിക്കറിയാം ആ ഒരു വ്യക്തി എൻ്റെ അടുത്തേക്ക് വരും എന്ന് എനിക്ക് ഡെഫിനറ്റ്ലി അറിയാം എന്ന ആ ഒരു എനർജിയിലാണ് നമുക്കിവിടെ ഫീൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ അകത്ത് ഫീൽ ചെയ്യുന്ന വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇതൊരു നോർമൽ ടൈപ്പ് ഒരു ജേർണി അല്ല, ഒരു സോൾ കണക്ഷൻ ആണ്. അപ്പോൾ നിങ്ങൾ തമ്മിൽ ഈ ഒരു യൂണിവേഴ്സിൽ ഈ ഒരു വേൾഡിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ കമ്പൈൻഡ് ആയിട്ട് ചെയ്യണം. അതായത് ചിലപ്പോൾ നിങ്ങളുടെ സോൾ പേർപ്പസിൻ്റെ അകത്തുള്ളതായിരിക്കാം നിങ്ങൾ ഒരുമിച്ചിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഒരുമിച്ചിട്ടുള്ള ഒരു സോൾ പേർപ്പസ് ആയിരിക്കാം.
അപ്പോൾ അതാണ് നമുക്ക്, അതായത് നിങ്ങൾ കമ്പൈൻഡ് ആയിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനും ഒക്കെ ആയിരിക്കും യൂണിവേഴ്സിൽ നിങ്ങൾക്ക് വേണ്ടി നൽകിയിരിക്കുന്ന ഒരു സോൾ പേർപ്പസ്. അപ്പം അതുള്ളത് കൊണ്ട് നിങ്ങൾ ഡെഫിനറ്റ്ലി നിങ്ങൾ തമ്മിൽ ഒന്നിക്കും. അത് ഇന്നോ നാളെയോ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാര്യം എന്ന് വെച്ചാൽ ഇതൊരു ജേർണിയാണ്. ആ ഒരു ജേർണിയിൽ നിങ്ങൾ എങ്ങനെയാണോ ഹീൽ ചെയ്യുന്നത് അതിനനുസരിച്ച് ഈ ഒരു നിങ്ങൾ ഒന്നിക്കത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഹീലിങ്ങും കാര്യങ്ങളും ഒക്കെ പ്രോപ്പറായിട്ട് ചെയ്യുക. അപ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങൾ ഒന്നിക്കും. കാരണം വെച്ചാൽ നിങ്ങളുടെ സോൾ പേർപ്പസ് ഒരുമിച്ചുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എങ്ങനെയൊക്കെയാണെങ്കിലും നിങ്ങളിവിടെ ആ ഒരു ജേർണിയിൽ നിങ്ങൾ ഒന്നിച്ച് വരിക തന്നെ ചെയ്യും. നിങ്ങൾ നിങ്ങളുടെ ഡ്യൂട്ടീസ്, അതായത് യൂണിവേഴ്സ് എന്താണോ നിങ്ങൾക്ക് ഡ്യൂട്ടി തന്നിരിക്കുന്നത് ആ ഡ്യൂട്ടിയിലൂടെ നിങ്ങൾ പോകും എന്നൊക്കെയാണ് നമുക്കിവിടെ ഫീൽ ചെയ്യുന്ന ആ ഒരു എനർജി എന്ന് പറയുകയാണെങ്കിൽ. അപ്പോൾ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളുമായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പിൽ വളരെ സന്തോഷം കിട്ടിയിട്ടുണ്ട്, വളരെയധികം ആ ഒരു വ്യക്തി എൻജോയ് ചെയ്തിട്ടുണ്ട്. പക്ഷെ നിങ്ങളുടെ ആ ഒരു നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിൽ ആ ഒരു പേഴ്സണ് എന്തോ ഒരു ഭയം, അതുപോലെ തന്നെ ഒരു ബ്ലോക്കേജ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ട്വിൻ ഫ്ലെയിം ജേർണിയിലുള്ള ആൾക്കാരാണെങ്കിൽ അവരുടെ ബ്ലോക്കേജ് എന്ന് പറയുമ്പോൾ അവർ നോർമൽ ഒരു വർക്കും കാര്യങ്ങളും ഒക്കെ ചെയ്ത് ആ ഒരു ബ്ലോക്ക് അതെല്ലാവർക്കും ഉണ്ടാകുന്നതാണ്, അതിനെ ഓവർകം ചെയ്ത് തരണം. നോർമൽ ഒരു സോൾ റിലേഷൻ ഉള്ള ആൾക്കാരാണെങ്കിൽ ഈ ഒരു വ്യക്തി നിങ്ങളിൽ നിന്ന് എന്തൊക്കെയോ, അതായത് ചിലപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ വേറെ നിങ്ങൾ തമ്മിൽ പെട്ടെന്നൊരു സഡൻ ഒരു ചേഞ്ച് ആണ് ഉണ്ടായത്. അപ്പോൾ ആ ഒരു സമയത്ത് ചിലപ്പോൾ നിങ്ങളുടെ ഫാമിലി ആയിരിക്കാം, അല്ലെങ്കിൽ ജോലി ആയിരിക്കാം, അതല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ആ ഒരു പേഴ്സണ് റിലേറ്റ് ചെയ്തിട്ട് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഭയം ഈ ഒരു വ്യക്തിയുടെ ഉള്ളിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ ഒരു പേഴ്സൺ നിങ്ങളിൽ നിന്ന് അകന്ന് മാറി നിൽക്കാനുള്ള കാരണം. അയാൾക്കൊരു ഭയവുമുണ്ട്, അതുപോലെ തന്നെ ഇതേപോലെ ബ്ലോക്കേജസും കാര്യങ്ങളും ഒക്കെ ഈ ഒരു പേഴ്സൺ ഉണ്ട്. അതല്ലാതെ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോട് സ്നേഹമില്ലാത്തിട്ടോ ഒന്നുമല്ല. അപ്പോൾ നിങ്ങൾ തമ്മിൽ ഈ ഒരു സെപ്പറേഷൻ യൂണിവേഴ്സായിട്ട് തന്നെ ചെയ്തതാണ്. അതായത് നിങ്ങളെ തന്നെ മനസ്സിലാക്കി നിങ്ങളുടെ ഹയർ ഫോമിലോട്ട് വരാൻ വേണ്ടി. അപ്പോൾ ഈ ഒരു പേഴ്സണും അതുപോലെ തന്നെയാണ്, നിങ്ങൾ രണ്ടുപേരും. അപ്പോൾ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോട് സ്നേഹമുണ്ടോ, ഇപ്പോൾ ഇമോഷൻസ് ഒക്കെ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഈ ഒരു പേഴ്സണ് നിങ്ങളോട് ഇഷ്ടമുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്നു, നിങ്ങളും വിചാരിക്കുന്നു നിങ്ങൾക്കുള്ളതുപോലെ തന്നെ ഈ ഒരു വ്യക്തിക്കും നിങ്ങളോട് ഇഷ്ടമുണ്ട്. ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾ തമ്മിൽ ഒരുമിച്ച് ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങൾ ഈ ലോകത്തുണ്ട്. അപ്പോൾ അതിനൊക്കെ വേണ്ടി നിങ്ങൾ ഒരുമിക്കുക തന്നെ ചെയ്യുമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ റീഡിംഗ് ഇവിടെ തീർന്നിരിക്കുന്നു. താങ്ക് യു മൈ സോൾ ഫാമിലി.